ചില സെൻറ്റൻസ് പാറ്റേൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറായിട്ടും പ്രൊഫഷണലായിട്ടും ഒക്കെ സംസാരിക്കാൻ സഹായിക്കും. ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ സഹായിക്കുന്ന ചില ഇംഗ്ലീഷ് സെൻറ്റൻസ് പാറ്റേൺസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ചില സെൻറ്റൻസ് പാറ്റേൺ ആണ്. ശ്രദ്ധിക്കുക. സെൻറ്റൻസ് പ്ലസ് നോയിങ് എവരിത്തിങ്. നോയിങ് എവരിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞുകൊണ്ട്. ഐ ട്രസ്റ്റഡ് ഹിം നോയിങ് എവരിത്തിങ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ അവനെ വിശ്വസിച്ചു എന്നാണ്. ഇവിടെ എല്ലാം അറിഞ്ഞുകൊണ്ട് നോയിങ് എവരിത്തിങ് എന്ന് പറയുമ്പോൾ ആ ആളെപ്പറ്റി വളരെ കൃത്യമായ അറിവ് ഉണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് എല്ലാം അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും അദ്ദേഹം വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സും ഒക്കെ എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു എന്നാണ്. ഐ ട്രസ്റ്റഡ് ഹിം നോയിങ് എവരിത്തിങ്. അപ്പോൾ ഐ ട്രസ്റ്റഡ് ഹിം എന്നതാണ് സെൻറ്റൻസ്. പിന്നെ നോയിങ് എവരിത്തിങ് എന്ന് ഉപയോഗിക്കാം. ഇത് എത്രയോ സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ സ്റ്റിൽ ടുക്ക് ദ റിസ്ക് നോയിങ് എവരിത്തിങ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തു. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഉള്ള റിസ്ക് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, റിസ്ക് ഉണ്ടാകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ റിസ്ക് എടുത്തു എന്നാണ്. ഐ സ്റ്റിൽ ടുക്ക് ദ റിസ്ക് നോയിങ് എവരിത്തിങ്. ദേ സ്റ്റിൽ മെയ്ഡ് ദ റോങ് ഡിസിഷൻ നോയിങ് എവരിത്തിങ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ തെറ്റായ ഒരു ഡിസിഷൻ എടുത്തു, തെറ്റായ ഒരു തീരുമാനം എടുത്തു. ഷീ ചോസ് ടു സ്റ്റേ സൈലൻറ്റ് നോയിങ് എവരിത്തിങ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ മിണ്ടാതിരിക്കാനുള്ളൊരു തീരുമാനമെടുത്തു എന്നാണ്. മിണ്ടാതിരുന്നു. വി കണ്ടിന്യൂഡ് അവർ ജേണി നോയിങ് എവരിത്തിങ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഒരു യാത്ര തുടർന്നു. ഇനി വേറൊരു സെൻറ്റൻസ് പാറ്റേൺ നോക്കാം. സെൻറ്റൻസ് പ്ലസ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന് പറയുമ്പോൾ കണ്ണ് ചിമ്മുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമല്ലേ. അപ്പോൾ ഒരു കാര്യം സംതിങ് ഹാപ്പൻഡ് ക്വിക്ക്ലി ആൻഡ് സഡൻലി, അതിനെയാണ് നമ്മൾ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന് പറയുന്നത്. ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ആക്സിഡൻറ്റ് സംഭവിച്ചത് വളരെ പെട്ടെന്നാണ്. ഓപ്പർച്യൂണിറ്റീസ് ക്യാൻ ഡിസപ്പിയർ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകാം. വളരെ പെട്ടെന്ന്, അതിനധികം സമയമൊന്നും വേണ്ട. ഡിസപ്പിയർ മീൻസ് അപ്രത്യക്ഷമാവുക. ദ സിറ്റി ചേഞ്ച്ഡ് ബിയോണ്ട് റെക്കഗ്നിഷൻ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ആ സിറ്റി തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു സിറ്റി മാറിപ്പോയി. പെട്ടെന്ന് തന്നെ ആ സിറ്റിക്ക് ഒരു മാറ്റം സംഭവിച്ചു. തിരിച്ചറിയാനാവാത്ത വിധം മാറ്റം സംഭവിച്ചു. ടൈം ഫ്ലൈസ് ആൻഡ് ഇയേഴ്സ് ഗോ ബൈ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. സമയം വളരെ പെട്ടെന്ന് പോകുന്നു, അതാണ് ടൈം ഫ്ലൈസ് ആൻഡ് ഇയേഴ്സ് ഗോ ബൈ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. വർഷങ്ങളൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ സമയം നമുക്ക് പറക്കുന്നത് പോലെ തോന്നും. ടൈം ഫ്ലൈസ് ആൻഡ് ഇയേഴ്സ് ഗോ ബൈ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ഇതൊക്കെ സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നത്തിങ് വിൽ ഹാപ്പൻ ഇഫ്. ഒന്നും സംഭവിക്കില്ല എന്നാണ് അതിൻ്റെ മീനിങ്. നത്തിങ് വിൽ ഹാപ്പൻ. അങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് പാറ്റേൺ നമുക്ക് ഉപയോഗിക്കാം. നത്തിങ് വിൽ ഹാപ്പൻ ഇഫ് യു ഡോണ്ട് ടേക്ക് ആക്ഷൻ. ഇഫ് യു ഡോണ്ട് ടേക്ക് ആക്ഷൻ, നിങ്ങൾ ആക്ഷൻ ഒന്നും എടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ ഇഫ് യു ജസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ ഇഫ് ദേ റിഫ്യൂസ് ടു ഹെൽപ്പ്. അവർ സഹായിക്കുക എന്നത് നിരസിക്കുകയാണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ ഇഫ് യു ഇഗ്നോർ ദ വാർണിംഗ് സൈൻസ്. ആ വാർണിംഗ് സൈൻസൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളത് അവഗണിക്കുകയാണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ ഇഫ് യു ഇഗ്നോർ ദ വാർണിംഗ് സൈൻസ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് പാറ്റേൺ. ഗോൺ ആർ ദ ഡേയ്സ് വെൻ
പ്ലസ് സെൻറ്റൻസ്. ഗോൺ ആർ ദ ഡേയ്സ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഒരുപാട് പണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഗോൺ ആർ ദ ഡേയ്സ് എന്ന് തുടങ്ങുന്ന ആ ഒരു സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഗോൺ ആർ ദ ഡേയ്സ് വെൻ പീപ്പിൾ റോട്ട് ലെറ്റേഴ്സ്. ആളുകൾ കത്തുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു സമയം ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ ആരും അങ്ങനെ കത്ത് എഴുതലൊന്നും ഇല്ല എന്നാണ് അർത്ഥം. ഗോൺ ആർ ദ ഡേയ്സ് വെൻ ട്രഡീഷൻസ് വേർ സ്ട്രിക്ട്ലി ഫോളോഡ്. ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ആരും വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഫോളോ ചെയ്യാറില്ല, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഗോൺ ആർ ദ ഡേയ്സ് വെൻ ട്രഡീഷൻസ് വേർ സ്ട്രിക്ട്ലി ഫോളോഡ്. ഗോൺ ആർ ദ ഡേയ്സ് വെൻ മൂവീസ് വേർ വാച്ച്ഡ് ഇൻ DVD പ്ലെയേഴ്സ്. പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നമ്മൾ DVD പ്ലെയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് മൂവീസ് വാച്ച് ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ DVD പ്ലെയേഴ്സൊക്കെ ഉപയോഗിച്ച് വാച്ച് ചെയ്തിരുന്ന ആ ഒരു കാലം കഴിഞ്ഞു. ഗോൺ ആർ ദ ഡേയ്സ് വെൻ വർക്ക് വാസ് കൺഫൈൻഡ് ടു ഓഫീസസ്. ഓഫീസിലിരുന്ന് മാത്രം വർക്ക് ചെയ്യുക എന്ന ഒരു കാര്യമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആളുകളൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാറുണ്ട്, ഓഫീസിലിരുന്ന് തന്നെ വർക്ക് ചെയ്യണം എന്നൊന്നും ഇല്ല. അപ്പോൾ ഗോൺ ആർ ദ ഡേയ്സ് വെൻ വർക്ക് വാസ് കൺഫൈൻഡ് ടു ഓഫീസസ്. ഈ സെൻറ്റൻസ് പാറ്റേൺസ് ഒക്കെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നതാണ്. റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും.